അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കിയാലോ. ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഗ്ലിറ്ററിൻ്റെ ഫോം ഷീറ്റാണ്. ഗ്ലിറ്റർ ഫോം ഷീറ്റും ഈ ഒരു കോയിനും വെച്ചിട്ടാണ് കേട്ടോ. ഇത് ₹1 ഒരു കോയിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ള റൗണ്ട്സൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ കട്ട് ചെയ്ത് വെച്ച റൗണ്ട്സൊക്കെ നമുക്ക് കറക്റ്റ് നടുവായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനിങ്ങനെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്ലവർ പഠിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് DIYസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ ഹൗസ്, ക്രാഫ്റ്റ് ഷോപ്പ് അങ്ങനത്തേലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കണം കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു പാക്കറ്റിലാക്കിയിട്ട് മിക്സ്ഡ് കളേഴ്സ് ആക്കിയിട്ടോ സെയിം കളേഴ്സൊക്കെ ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ലാഭം കുറവായിരിക്കും, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ചെറിയൊരു വരുമാനമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ഫ്ലവർ വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് റൗണ്ടുകൾ കൂട്ടാം കേട്ടോ. ഇത് പിന്നെ വലിയ വലിപ്പം ഇല്ലാത്ത ഓരോ കോയിൻസ്, ഒരു കോയിന് നല്ല ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒരുപാട് വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ച് ചെയ്ത് മനസ്സിലാവും എത്രയാണ് വേണ്ടി വരിക എന്നൊക്കെ ഉള്ളത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പെറ്റിലെടുത്തിട്ട് അതിൽ കുറച്ച് ഈ ഒരു സൈഡിൽ ഗ്ലൂ തേച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാതും ഇങ്ങനെ ഒരു തലപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ടും ഒട്ടിക്കുക കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഒരു 7 എണ്ണമാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, അയൺ ബോക്സ് ചൂടായിട്ട് ഈ ഒരു ഭാഗം, ഗ്ലിറ്റർ ഇല്ലാത്തൊരു ഭാഗം, ഈ ഒരു ഭാഗം ചൂടാക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ തലപ്പുണ്ടല്ലോ, ഈ നമ്മുടെ ഈ ഗ്ലൂ തേച്ച് ഈ താഴോട്ട് വരരുത്, അല്ലാതെ ഈ ഒരു തലപ്പ് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒന്നിങ്ങനെ ബെൻഡായിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ എതിറിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഗ്ലൂ തേച്ച ഈ അടിഭാഗത്താണ് ആക്കുക എന്നുണ്ടെങ്കിൽ ഗ്ലൂ എല്ലാം ചൂട് തട്ടുമ്പോൾ ഗ്ലൂ ഒക്കെ ഒന്ന് മെൽറ്റാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മുകളിലത്തെ ഭാഗം മാത്രം നോക്കിയിട്ട് ചൂടാക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ഇത് കണ്ടോ, ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ മടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം ഇതുപോലെ നമ്മളിതിങ്ങനെ മടക്കി മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ഭംഗിയുള്ളൊരു റോസ് ഫ്ലവർ കിട്ടും കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഇത് 2 ആക്കാമെന്ന് കരുതിയിട്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും കൂടി ഇതിൽ കൂട്ടിയാൽ കുറച്ചുകൂടി വലിയ ഫ്ലവർ ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാകും. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ കണ്ടോ 14 പീസാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അതായത് 7 റൗണ്ട് നമ്മൾ പകുതിയാക്കിയിട്ട് 14 പീസാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മാത്രം, ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. ഫോം ഷീറ്റ് അല്ലേ, പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ചോളും. നമ്മൾ കുറേ ഗ്ലൂ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബോറായിട്ട് ഇവിടെ ഫുള്ള് ഗ്ലൂവും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഒന്നും കൂടി ഇതിനൊരു ഭംഗി, നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയാൽ അതിനൊരു ഭംഗി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലീഫും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലീഫ് ഇപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫസ്റ്റൊക്കെ ചെയ്യുന്നവരാണ്, ചെയ്ത് നോക്കുന്നവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വരച്ച് കട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ലീഫ് ഇപ്പോൾ എല്ലാതും ഒരളവിന് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾക്ക് വരച്ചുണ്ടാക്കാം.
അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ലീഫിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ നല്ല രീതിയിൽ ലീഫ് നല്ല ഭംഗിയാവും കേട്ടോ കാണാൻ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെ മുമ്പുള്ള വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഒരുപാട് നമ്മൾ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ഒരുപാട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ലീഫൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കുക കേട്ടോ. ആർക്കെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ.